നമസ്കാരം ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറേ ചെറുതേനീച്ചയുടെ കൂടുകളുണ്ട്. അപ്പോൾ അതിലൊരു കൂട് ഇപ്പോൾ കാക്ക വന്ന് തട്ടി മറിച്ച് കളഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് തേനീച്ച ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, ചെറുതേൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. ചാച്ചയാണ് തേൻ്റെ മെയിൻ ആൾ. അപ്പം ആ തേൻ ചെറുതേൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കൂടെന്ന് പറയുന്നത് ഇതുണ്ട്. ഇതിൻ്റെ മേളിത് കാണിച്ചടാ, ഇതെല്ലാം ഇത് താഴോട്ട് വീണിട്ട് കുറച്ച് തേനെ കിട്ടിയുള്ളൂ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കൂട് കൂട്ടിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് നോക്കുക. ഇത് പൂമ്പൊടിയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, തേൻ്റെ മുട്ട കണ്ടോ, മുട്ടയും തേനും ഉണ്ട്. ഇനി ഇവനെ നമ്മൾ പുതിയതായിട്ട് അടച്ച് സെറ്റ് ചെയ്യാൻ പോവാണേ. പൂമ്പൊടി ഇവിടെ തേനല്ല, ഇത് പൂമ്പൊടിയാണ്. പൂമ്പൊടി അവരുടെ ഭക്ഷണം. അതൊക്കെ കുറച്ച് ഇങ്ങോട്ട് നിങ്ങോട്ട് എടുക്കാം. മതി മതി, കുറച്ച് നിങ്ങൾക്ക് വേണ്ടേ. ഇപ്പോൾ തേനെടുക്കുന്ന സമയമല്ല അത്. അപ്പോൾ കുറച്ച് തേൻ ഇങ്ങോട്ട് നമ്മളെടുത്തു. അതങ്ങനെ വെച്ചിട്ടാണ് അടച്ചു പോയത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, ചെറിയ കുഞ്ഞുങ്ങളാണത്. ഇപ്പോൾ ഇവരിങ്ങനെ ഇത് കണ്ടോ തേനായി വരുന്നത്. ഇത് പോകാതിരുന്നാൽ മതിയായിരുന്നു. അസമയത്തായി ഇതിൻ്റെ ഇങ്ങനെയല്ല വെക്കുന്നത്. ഞാൻ മുട്ട മുഴുവൻ സെറ്റായി അതിൻ്റെ അകത്ത് തേൻ വരും. അപ്പോൾ ഗൈസ്, നമ്മൾ കൂട് മാറ്റിയിട്ട് ആ പൊട്ടിപ്പോയ ഭാഗം മാറ്റിയിട്ട് വേറൊരു ചട്ടി വെച്ചു. ഇനി നമ്മൾ പശ വെച്ച് അടയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മളൊന്ന് പരീക്ഷ നോക്കാം. ചാച്ചയ്ക്ക് ഇപ്പോൾ വയ്യാതിരിക്കുന്നുണ്ട്. പുള്ളി ഇതിൻ്റെ അകത്തേക്കൊന്നും ഇടപെടത്തില്ല. വയ്യാതിരിക്കുന്നതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇവൻ്റെ തന്നെ മെഴുക് വെച്ചങ്ങ് ഒട്ടിക്കുവാണേ. അത് നമ്മുടെ വേറൊരു കൂടാണ് ഇത് കേട്ടോ. ഇതുപോലൊരു കൂടാണ്. താഴോട്ട് പോയി ദ്രവിച്ചു പോയി, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ മേളിലാണ്, ഇതിലാണ് ഇതിൻ്റെ വഴി വരുന്നത്. ഇവർ കയറുന്നു. ഇതിൻ്റെ മേളിൽ ഇവരുടെ തേന് കാര്യങ്ങളൊക്കെ, പൂപ്പൊടിയും കാര്യങ്ങളൊക്കെ വെക്കും. ഇതിൻ്റെ അടിയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം അവർ ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വേറെ കുറേ കൂടുകളുണ്ട് നമുക്ക്. നമ്മുടെ അവിടെയുള്ള കൂടുകളുണ്ട്. ഇതുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 4 കൂട് നമ്മളോട് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ, അങ്ങനെ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇത് 2 കൂടാണേ. രണ്ടിനകത്ത് നമുക്ക് തേനുള്ളതാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി. ഇത് വന്ന് കയറി പോകുന്നുണ്ടോ, ഇതിൻ്റെ അകത്ത് കയറി പോകുന്നതാണ്. ഇത് 2 കൂട് ഇതിലൊരെണ്ണത്തിൻ്റെ അകത്തുണ്ട്. ഈ ഒരെണ്ണത്തിൻ്റെ അകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ താഴെ വീണ് കഴിഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചാണത്. ഇനി നമുക്ക് നമ്മുടെ പെരയുടെ അങ്ങേ സൈഡിലുണ്ട്. അവിടുത്തെ നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മുടെ ഒരു കൂടാണ്. അതുപോലെ തന്നെ ഇതുണ്ട്. ഈ മുളയിൽ നോക്കി മനസ്സിലായി. ഈ മുളയിൽ നമ്മൾ ഒരു കൂടുണ്ടാക്കിയിരിക്കുന്നതാണത്. മുള വെച്ചിട്ട് മുളയാണത് കേട്ടോ. ഇതുപോലുള്ള കുറേ കൂടുകൾ ഇങ്ങനെ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തല്ല, ചാച്ച ചെയ്തതാണ്. ചാച്ച ഇപ്പം സ്ട്രോക്ക് വന്ന് വീണതിന് ശേഷം പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തേനെടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇപ്രാവശ്യം തേനെടുക്കണം. സീസണാണല്ലോ, ഇപ്പം എടുക്കുന്ന സമയമല്ല. ബാക്കി നമുക്ക് വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് വരും. മാതിരി ഇങ്ങോട്ടിരിക്കണം, അങ്ങോട്ടിരിക്കണം. അത് മതി, കിഴക്കോട്ട് വെച്ചേക്കാം. അതാ കറക്റ്റ് വാതിലെന്ന് പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ കിട്ടല്ലേ, ചെരിഞ്ഞിരുന്നോട്ടല്ലേ, ഒന്ന് കയറാൻ പാകത്തിന്. അപ്പോൾ ഗായ്സ്, നമ്മൾ പോയ തേനീച്ചക്കൂട് നമ്മൾ
അറിയാവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എങ്ങനെ നമുക്കറിയത്തില്ല, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ തേനീച്ച കൂടുകൾ. ഇതുണ്ട്, ഇതെല്ലാം ഇവനെ ഇളകിയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മാറ്റി പിടിപ്പിക്കണം. ഒരെണ്ണം താഴെ വീണു കാക്ക വന്നിരുന്നപ്പം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ തേനീച്ചയുടെ, കുഞ്ഞൻ തേനീച്ചയുടെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.